Hello guys, welcome back to my channel. It's me RP Gaming 7. So guys, നമ്മൾ പിന്നെ നമ്മുടെ കിടക്കാൻ പോലത്തെ ഇന്ത്യൻ മെഗ് ഡ്രൈവിൻ്റെ വീഡിയോകളിലൊക്കെ ഇടുന്നത്. സോ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ റീസെൻ്റ്ലി പുതിയ ബൈക്കൊക്കെ മേടിച്ചു ഗൈസ്. നമ്മുടെ KTM ആണ് കേട്ടോ. പക്ഷേ ഇത് ഈ സിറ്റിയിൽ അത്ര റയറൊന്നുമല്ല. ഈ റോഡിൽ കൂടെ നമ്മൾ എല്ലാവരെയും ഉണ്ടോ ഗൈസ് ഈ ബൈക്ക്. അടിപൊളി ബൈക്കല്ല, ഇങ്ങനെയുണ്ട്, സീനല്ല ഗൈസ്. ഞാൻ സ്റ്റണ്ടിനൊക്കെ മേടിച്ചതാണ് ഈ ബൈക്ക്. ഓക്കെ, അപ്പോൾ ഗൈസ് നമുക്ക് ഈ ബൈക്ക് എടുത്ത് റൈഡ് പോയിട്ട് വരാം കേട്ടോ ഗൈസ്. എന്തായാലും നമുക്ക് വേണ്ട റൈഡ് പോയിട്ട് വരാം. ഗൈസ്, നമുക്ക് സുമേഷാണ് ഉണ്ട് കുറേ നാളായിട്ടോ. പുള്ളി എവിടെയാണോ, അപ്പോൾ നമുക്ക് എന്തായാലും റൈഡ് പോയിട്ട് വരാം. ഇവിടെ കാപ്പി കുടിച്ച് ചടമ്പോ ഞാൻ ഒന്നും ശ്രദ്ധിച്ചു. ഓക്കെ, ഇവിടെ കാപ്പി കുടിച്ചിരിക്കാനുണ്ട് അപ്പുറത്ത് വന്നിട്ട്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഫോണിലേക്ക് ആരും വിളിക്കുന്നതായിരുന്നു നോക്കും ഗൈസ്. നമ്മുടെ CJ വിളിക്കണ ഗൈസ്. കുറേ നാളായിട്ട് നമ്മുടെ CJ വിളിക്കണ ഗൈസ്. വിളിക്കാമെന്ന് വിചാരിക്കണം. പുള്ളി ഇവിടെ എവിടെയില്ല ഗൈസ്. പുള്ളി നമ്മുടെ സാൻ ആൻഡ്രീസിലായിരുന്നു. പക്ഷേ ഇപ്പോൾ പുള്ളി എവിടെയാണെന്ന് അറിയില്ല ഗൈസ്. എനിക്ക് തോന്നുന്നത് നമ്മുടെ ലാസ് ഏഞ്ചലസിലാണെന്നാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും എടുക്കാം. CJ, നീ എവിടെയാണ്? കുറേ നാളായില്ലേ കണ്ടിട്ട്. ഓടോ, ഞാനും ഇവിടെയൊക്കെ തന്നെയുണ്ട്. ഞാൻ ഇത്ര നാൾ ലോസ് ഏഞ്ചലസിലായിരുന്നു. ഇപ്പോഴാണ് ഞാൻ ഇങ്ങോട്ട് ലോസ് ആൻഡ്രീസിലേക്ക് വന്നത്. നീ എപ്പോഴും ഇങ്ങോട്ടൊക്കെ വരണം. ഇന്ത്യക്ക് വാടാ നീ അങ്ങോട്ട്. ഇന്ത്യക്കൊക്കെ വൈകാണ്ട് വരണം. പിന്നെ ഞാൻ വിളിച്ചൊരു കാര്യം, നിൻ്റെ സിറ്റിയിൽ ഒരു ഡ്രാഗൺ ഉണ്ടെന്ന് പറഞ്ഞു. അത് ഇവിടെ നമ്മൾ ലോസ് ഏഞ്ചലസിന് കൊണ്ടുവന്നു. ലോസ് ഏഞ്ചലസിൽ ഡ്രാഗനുകളുണ്ട്. അതായത് ഒരു 20-25 ഡ്രാഗനുകൾ അങ്ങോട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒന്ന് ഇതിൻ്റെ ഓണറെ വെച്ച് ഒരു ഡ്രാഗൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഡ്രാഗനാ? തീയൊക്കെ പോണ്ടായിരുന്നു. ഇതൊക്കെ എവിടെ? അതെവിടെയെന്ന് അറിയില്ല. പക്ഷെ നിൻ്റെ സിറ്റിയിൽ ഒരു ഡ്രാഗൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് എവിടെയിടാന്ന് നിനക്ക് വല്ലതും അറിയോ? അല്ല, നീ എന്തിനാ എന്നെ വിളിച്ച് ഈ കാര്യം പറയാൻ? എന്താ എവിടെ? എനിക്കൊന്ന് പോയി കാണണം എന്നുണ്ട്. അവിടെ ഞാൻ വിളിച്ചത് വേറെ ഒന്നുമല്ല. അതായത് ഈ ഡ്രാഗനോട് കൊണ്ടുവന്ന ഒന്നാമത് തെറ്റാ ഒരു സ്ഥലത്തുനിന്ന്. പിന്നെ അത് മാത്രമല്ല, ഈ ഡ്രാഗനോട് നീ വിചാരിക്കണേക്കാട്ടും അപകടമാണ് കുറ്റങ്ങൾ. ഒരു വായന്ന് എത്ര ഡിഗ്രി സെൽഷ്യസിലങ്ങോട്ട് തീയൊക്കെ വരിക. അപ്പോൾ ഈ സിനിമയിൽ കാണുന്ന പോലും നല്ലേ? ഈ സിനിമയിൽ നല്ല ക്യൂട്ടായിട്ടൊക്കെയല്ലോ. അവിടെ നീ വിചാരിക്കണ പോലെ നല്ല ഈറ്റങ്ങളെ കൊണ്ട് നിൻ്റെ സിറ്റീനെ വരെ എന്തിനാണ്? ഈറ്റങ്ങളെല്ലാം ഈ വേൾഡ് വരെ നശിപ്പിക്കും. അതുകൊണ്ടാണ് പറയണേ, ഈറ്റങ്ങൾ വേഗം സേഫ് ആക്കിയിട്ട് നീ ആ ഡ്രാഗനെ കണ്ടുപിടിക്കണം. എന്നാൽ നീ ആ ഡ്രാഗനും കൊണ്ട് നമ്മുടെ ലോസ് ഏഞ്ചലസിൽ വന്നിട്ട് അവരുടെ സ്ഥലത്ത് കൊണ്ട് ഇട്ടാൽ മതി. നീ വേറെ ഒന്നും ചെയ്യണ്ട. അല്ലെങ്കിൽ നീ അതുപോലും ചെയ്യണ്ട. നീ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഡ്രാഗനെ ഒന്ന് തുറന്ന് വിടാം. അതിൻ്റെ ഓണർ അതിൻ്റെ പുറത്തിരിക്കും. ആ ഓണർ അവർ ലോസ് ഏഞ്ചലസിൽ കൊണ്ടുപോയിക്കോളും. അതെന്തായാലും ഒരു പെണ്ണായിരിക്കും ആ ഓണർ. ഞാൻ എന്തായാലും അവർ തുറന്നു വിടാം. പക്ഷെ നിനക്ക് എവിടെയാണെന്നറിയാം നമ്മുടെ സിറ്റിയിൽ. ഇത് എവിടെയാണെന്നറിയാണ്ട് ഞാൻ എന്തൊട്ട് ചെയ്യാനേ? ഇത് എനിക്കൊരു സൂചന കിട്ടിയിട്ടില്ല. എന്തായാലും നിൻ്റെ സിറ്റിന്ന് അത്ര അകലില്ല. നിൻ്റെ സിറ്റിയിലെടുത്ത് തന്നെയാണ്. പിന്നെ അത് നല്ല ഡ്രാഗൺ വലുതാണ്. അപ്പോൾ ഡ്രാഗനെ ഒളിപ്പിക്കാൻ പറ്റിയത് ഈ സ്ഥലം ഒന്ന് ഓർത്ത് നോക്കുക എവിടെയെങ്കിലും. അപ്പോൾ ശരി, എന്നാൽ ഞാൻ വെക്കുക. CJ അങ്ങനെ പോവല്ലേ? CJ വെച്ചു ഗൈസ്. ഓക്കെ, ഇവൻ പറഞ്ഞത് നമ്മുടെ സിറ്റിയിൽ ഡ്രാഗൺ വന്നിട്ടുണ്ടെന്നാണ് കേട്ടോ. പക്ഷേ ഡ്രാഗൺ എന്ന് പറയുന്ന സാധനം ഇത് അത്രയും വലുതാണ്. ഇതിനെ ഒളിപ്പിക്കണമെങ്കിൽ തന്നെ അത്രയും പണിയാണ്. അപ്പോൾ ഗൈസ്, ഇത് എന്തൊരു ബിൽഡിങ്ങിനുള്ളൊന്നും ഒളിപ്പിക്കില്ല, അത് ഉറപ്പാണ്. പിന്നെ അത് മാത്രമല്ല ഗൈസ്, ഇതിനെ എന്തായാലും കണ്ടുപിടിച്ച് കൊടുക്കാനാണ് നമ്മുടെ CJ പറഞ്ഞിട്ടുള്ളത്. അതിനൊന്ന് രക്ഷിച്ചാൽ മതി. ഇവിടുത്തെ ആൾക്കാർ കൊണ്ടുവന്നിട്ട് ഇതിനെ അവരുടെ ആ ഒരു ഗ്യാങ്ങിനൊക്കെ വേണ്ടി ഉപയോഗിക്കുമെന്നാണ് ഗൈസ് നമ്മുടെ CJ പറഞ്ഞത്. അത് ഡേഞ്ചറസ് ആണ്. കാരണം ഈ വേൾഡിനെ നശിപ്പിക്കാനൊക്കെ ഈ ഡ്രാഗൻ്റെ ശക്തി ഉണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും എവിടെയൊന്നും നോക്കിയിട്ട് വരാം. അതായത് ഈ ഡ്രാഗൻ പുറത്തേക്ക് ഇട്ടാൽ മതി എന്നാണ് ഗൈസ് പറഞ്ഞത്. ഈ സിറ്റി ഫുള്ള് അരിച്ച് വറക്കി, സിറ്റിയിൽ മൊത്തം അരിച്ച് വറക്കി ഗൈസ്. ബിൽഡിങ്ങിൻ്റെ ഉള്ളിലും കയറി വെക്കി. അപ്പോൾ ഗൈസ് അവിടെ ഒന്നുമില്ല. അപ്പോൾ എനിക്ക് കൺഫേംഡ് ആണ് ഈ സിറ്റി നമ്മുടെ ഇതുള്ളത്. അതായത് ഈ ഡ്രാഗൻ ഉള്ളത് ഇവിടെ ആയിട്ടായിരിക്കും, ജുറാസിക് പാർക്കിൻ്റെ അകത്തായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഏറ്റവും വലിയ വീതിയുള്ള ബിൽഡിംഗ് എന്ന് പറയുന്നത് കഴിഞ്ഞു പോയ ബിൽഡിംഗ് ആണ്. അതിൻ്റെ അകത്തൊക്കെ ഡ്രാഗനെ കയറ്റാൻ പറ്റുള്ളൂ. പക്ഷേ അതൊക്കെ കയറ്റാനുള്ളത് ഇറ്റ്സ് ഇമ്പോസിബിൾ. അതൊന്നാമത്തെ കാര്യം. പിന്നെ ഗൈസ്, ഈ ഡ്രാഗന് തീ തുപ്പുന്ന കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ തീ തുപ്പി സിറ്റി മൊത്തം കരി പിടിക്കുക. അപ്പോൾ എന്തായാലും ഗൈസ്, ഇത് ഓപ്പൺ സ്പേസിൽ ഞാൻ ഈ സറൗണ്ടിങ്സ് ഫുള്ള് തപ്പി അവിടെ ഒന്നുമില്ല. അപ്പോൾ ഈ കൺഫേംഡ് ആയിട്ട് ഇതിൻ്റെ അകത്തുണ്ട് ഗൈസ്. 100%, 110%, 120% ഉറപ്പാണ് ഗൈസ് ഇതിൻ്റെ അകത്തുണ്ടെന്ന്. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഇല്ലെങ്കിൽ ഗൈസ് ഞാൻ എൻ്റെ പേര് മാറ്റും. ഓക്കെ, അയ്യോ ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും പോയി നോക്കാം ഗൈസ്. ഇതിൻ്റെ ഉള്ളിൽ എന്തായാലും നോക്കിയിട്ട് വരാം. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എവിടെയാണെന്ന് നോക്കിയിട്ട് വരാം കേട്ടോ ഗൈസ്. കാണുന്നത് ഡ്രാഗൻ ഇല്ല ഗൈസ്. അതെ, ഡ്രാഗൻ ഗൈസ്. ഇതല്ലേ ഡ്രാഗൻ? അതിനാണ് ഡ്രാഗൻ നേരിട്ട് കാണും. നമുക്ക് മിനിക്കും കയ്യിൽ പിടിക്കാം ഗൈസ്. ഇപ്പം എന്തെങ്കിലും ചെയ്താലും അതിൻ്റെ ഓണർ
ഗൈസ്. ഹലോ ചേച്ചി, എന്നോടൊന്ന് രക്ഷിക്കേ, എന്നൊന്നും ചെയ്യല്ലേ. ഞാൻ ചേച്ചിനെ രക്ഷിക്കാൻ വേണ്ടിട്ട് തന്നെയാണ് വന്നേക്കണേ. പിന്നെന്താ ഈ കയ്യിൽ മിനികം പിടിച്ചേക്കണേ? അത് ഈ ഡ്രാഗൺ എന്താ ചെയ്യണ പേടിച്ചിട്ടാ. ഇവൻ പാവാണ്, ഇവനൊന്നും ചെയ്യില്ല. അല്ല നിങ്ങളെങ്ങനെ ഇവിടെ എത്തിയത്? എന്നെ മറ്റൊരു ഗ്യാങ് തട്ടിക്കൊണ്ടുവന്നേ. ഏത് ഗ്യാങ്ങാണെന്നറിയോ? എനിക്ക് ഏത് ഗ്യാങ്ങാണെന്നറിയില്ല. ഞങ്ങളെ ഒരു വലിയൊരു കണ്ടെയ്നർ സംഭവത്തിൻ്റെ അവിടെ അടച്ചു കൊണ്ടുവന്നു. ഇവനാണെങ്കിൽ പിടിച്ച് മൊത്തം കെട്ടുകയും ചെയ്തു. എന്നെ ആണെങ്കിൽ ഇതിൻ്റെ പുറത്തിരുത്തി കൊണ്ടുവരികയും ചെയ്തു. എൻ്റെ കണ്ണൊക്കെ മൂടിക്കിട്ടെ. എനിക്ക് എങ്ങനെ വന്നത്? അതായത് സിറ്റി എന്ന് പറയും. ഞങ്ങൾ ഇന്നലെ കുറച്ച് ദിവസമായി വന്നത്. ഞങ്ങൾ ഇന്നലെ എങ്ങോട്ടോ വന്നതാണ് ഇവിടെ. പിന്നെ ഞങ്ങൾക്ക് ഇവിടുന്ന് പോകാൻ പറ്റിയിട്ടില്ല. ഇവനെ കൊണ്ടാണെങ്കിൽ പറക്കാനും പറ്റുന്നില്ല. ഇവനെന്താ ചിറകിനെന്തോ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ചിറകിട്ട് ഇങ്ങനെ കാണിക്കണേ. ആണോ? ഒരു മിനിറ്റ്, എൻ്റെ ഫസ്റ്റ് എയ്ഡ് ഇരിക്കണേ. ഞാൻ നോക്കാം അവൻ്റെ ചിറകിനെന്താ പറ്റിയെന്ന്. ഓക്കെ, ഞാൻ എൻ്റെ ട്രീറ്റ്മെൻറ്റ് ഗണ്ണുണ്ട് കേട്ടോ. ട്രീറ്റ്മെൻറ്റ് ഗണ്ണ് എന്തായാലും എടുത്തിട്ട് വരാം. ഓക്കെ, നമ്മുടെ ട്രീറ്റ്മെൻറ്റ് ഗൺ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ട്രീറ്റ്മെൻറ്റ് ഗൺ എന്ന് പറയുന്നത്. ഇവൻ്റെ ഈ ചിറകിൻ്റെ താഴെ ഉണ്ട് കേസ്. നോക്കിയിട്ട് പരിക്ക് നമുക്ക് ഇങ്ങോട്ട് വെടി വയ്ക്കുകയാണ് കേസ്. അയ്യോ, എൻ്റെ ഡ്രാഗൺ എന്താ ചെയ്യണേ? അതായത് ട്രീറ്റ്മെൻറ്റ് ഗണ്ണാണ് ഈ സാധനം. ഇത് വെച്ച് നമുക്ക് വെടി വയ്ക്കുകയാണെങ്കിൽ അവിടെ മുറിവ് അത് ഉണങ്ങി വരും. സത്യമല്ലേ? സത്യമാണ്. വെടി വയ്ക്കാം കേസ്. ഓക്കെ കേസ്, അപ്പോൾ നമുക്ക് എന്തായാലും വെടി വയ്ക്കാം. ഓക്കെ സാർ, അപ്പോൾ നമ്മളെന്തായാലും വെടി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ ട്രീറ്റ്മെൻറ്റ് ഗൺ വെച്ചിട്ട്. ഓക്കെ, ഇപ്പോൾ എന്തായാലും പതുക്കെ മുറിവ് ഞാൻ മരുന്നൊക്കെ ഒന്ന് വെച്ച് ഒന്ന് ഇതാക്കിയിട്ടുണ്ട്. പക്ഷേ ഇത്രയും വലിയൊരു ബാൻഡേജ് ഒന്നും തികയില്ല. അതുകൊണ്ട് ഞാൻ അതൊക്കെ മരുന്നൊന്ന് റെഡി ആക്കിയിട്ടുള്ളൂ. എന്നെ ഇവിടെ നിന്നെങ്കിലും പുറത്തെത്തിക്കുമോ? എനിക്ക് പുറത്തേക്ക് എത്തിക്കാം. പക്ഷേ ഇത് ഏത് വഴി? ഇതിനെ എനിക്ക് പറപ്പിക്കാൻ പറ്റുമോ? പിന്നെ എന്താ ബാക്കിൽ കയറിയാൽ മതി. ഇവൻ തന്നെ പറഞ്ഞോളും. ആണോ? ദേ ഇരിക്കണോ? ഇത് വീഴൊന്നുമില്ലല്ലോ. വീഴൊന്നുമില്ല. അവൻ പാവാണ്. ഇവൻ്റെ പേര് ടുട്ടുമോൻ. ടുട്ടുമോൻ, നല്ല പേര്. ഡ്രാഗൺ ഇടാൻ പറ്റിയ പേര്. ഓക്കെ, അയ്യോ കൺട്രോളിങ് കിട്ടണല്ലേ. ടുട്ടുമോൻ പാവാ. ടുട്ടുമോൻ അനുസരിക്ക് ഗൈസ്. മുമ്പ് ഞാൻ ഡ്രാഗനെ ഇതാക്കണു. എൻ്റെ പൊന്നെ, ഈ സത്യമാണ്. ഞാൻ ഡ്രാഗനെ ഓടിക്കണു. അല്ല നിങ്ങളെങ്ങനെ? നിങ്ങൾക്ക് എങ്ങനെ വരെ കിട്ടിയ? ഞാൻ ഈ ചെറുപ്പത്തിലെ കാട്ടിലായിരുന്നു ജീവിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമുക്ക് സിറ്റിയുടെ ഫുൾ വ്യൂ ഉണ്ട്. അല്ല കഥ പറഞ്ഞ മുഴുവനാക്കില്ല. ഞാൻ മുമ്പ് ശരിക്കും കാട്ടിലാണ് ജനിച്ചതോ. എൻ്റെ അച്ഛനമ്മയ്ക്ക് കാട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അവിടെ ആയിരുന്നു കാട്ടിലായിരുന്നു ജനിച്ചതൊക്കെ. അപ്പോൾ എനിക്ക് ഇങ്ങനെ ചെറുപ്പത്തിൽ കുട്ടിയായിരിക്കുമ്പോൾ കിട്ടിയതാ. ആണോ? അടിപൊളി സംഭവം തന്നെ. അല്ല ഇവിടുന്ന് ലോസ് ഏഞ്ചലസിലേക്ക് എത്ര ദൂരമുണ്ട്? കുറച്ച് ദൂരമേ ഉള്ളൂ. ഇവിടുന്ന് നേരെ വിട്ടാൽ മതി. ആണോ ലോസ് ഏഞ്ചലസിലേക്ക്? അപ്പം എത്തുമോ? ഇവിടെ അടുത്താന്നേ. അല്ല നീ ഇങ്ങോട്ടൊന്നും പോയിട്ടില്ലേ? ഇല്ല, എൻ്റെ കൂട്ടുകാരെ CJ വിളിച്ച് പറഞ്ഞത് ഇങ്ങനെ ഇവിടെ സംഭവം. CJ ആണോ വിളിച്ച് പറഞ്ഞത്? CJനെ അറിയോന്നാ? എൻ്റെ കൂട്ടുകാരനാണ് CJ. അപ്പോൾ നമ്മൾ പരിചയക്കാരായില്ലോ. അപ്പോൾ നമുക്ക് ലോസ് ഏഞ്ചലസിലേക്ക് പോവാം. ലോസ് ഏഞ്ചലസ് ഇതാണ് ഇത്ര പെട്ടെന്ന് എത്തിയ? അത് ഈ ഡ്രാഗനൊരു മാജിക് ഉണ്ട്. അതായത് ഇവനൊരു പോർട്ടൽ ഓപ്പൺ ചെയ്ത് അങ്ങോട്ട് എത്താൻ പറ്റും. അതുകൊണ്ടൊക്കെയാണ് ഗ്യാങ് ഇതാക്കിയത്. ഇവൻ്റെ മേത്ത് നിന്നിട്ട് സാധനം കുത്തി വയ്ക്കുമെന്നാണ് അവരൊക്കെ പറഞ്ഞത്. ആണോ? ഇതാണ് ലോസ് ഏഞ്ചലസ്. ഇതാണ്. ഇത് കണ്ടോ വലിയ ടവറുകളൊക്കെ അവിടെ. അപ്പോൾ ഈ ഡ്രാഗനൊക്കെ ഡ്രാഗൻ അവിടുത്തെ ഫോറസ്റ്റിലാണ്. എന്നെ ഇവിടെ നിർത്തിക്കോ, ഞാൻ അങ്ങോട്ട് പൊക്കോളാം. ആണോ? എന്താ വെച്ചാൽ ഞാനിവിടെ നിർത്തിക്കോളാം. ഇവിടെ ലാൻഡ് ചെയ്തോളാം. ഓക്കെ. നല്ല രസമുണ്ട് ലോസ് ഏഞ്ചലസ് കാണാൻ. എന്നോട് ഇറക്കിക്കോ. ഓക്കെ, അപ്പോൾ ടാറ്റാ ടുട്ടുമോനെ. ടാറ്റാ. ഈ ടുട്ടുമോനെ ഫുഡ് കൊടുക്കുക. അവനങ്ങനെ ഫുഡൊന്നുമില്ല, എല്ലാം കഴിക്കും. ആണോ? എന്നാൽ പിന്നെ ശരി കേട്ടാ, ഞാൻ പോവാ. ഞാനും പോവാ. എന്തായാലും ടുട്ടുമോനെ ഇവിടേക്ക് എത്തിക്കണം. ടുട്ടുമോൻ പോവാ, വാ. ഓക്കെ, അപ്പോൾ നമ്മൾ ഡ്രാഗനെ അങ്ങോട്ട് പറഞ്ഞയച്ചിട്ടുണ്ട്. നമ്മളെന്തായാലും ലോസ് ഏഞ്ചലസിൽ വന്നാലും ഇനിയിപ്പോൾ എന്തായാലും ഗൈസ് ഈ സിറ്റി നമുക്ക് അവിടെ ചുറ്റടിച്ചിട്ട് പോകാം. അവിടുന്ന് എനിക്കൊരു ഡെസ്റ്റിനറി ഞാൻ ഒന്നും നോക്കില്ല ഗൈസ്. താക്കോലിരിക്കണോണ്ട് നോമ്പെടുത്തു. അതൊക്കെ അത്രയേ ഉള്ളൂ. ഓക്കെ, ഇത് അടിപൊളിയുണ്ട്. ഒരു മിനിറ്റ്, ആളെ നല്ല കണ്ടുപരിചയം. സുമേഷേട്ടാ, ഇവിടെ നീ ഇവിടെയും വന്നു? നിന്റെ ശല്യം കഴിക്കാൻ ഞാൻ ഇങ്ങോട്ട് വന്നു, നീ ഇവിടെയും വന്നു. സുമേഷേട്ടാ, നിങ്ങൾ നല്ല ആളാ. എന്നാൽ കാറടിച്ച് മാറ്റാൻ പറഞ്ഞിട്ട് അടിച്ചു മാറ്റി നിങ്ങളൊരൊറ്റ മുങ്ങിയില്ല അങ്ങോട്ട്. അത് കുഴപ്പമില്ല. എന്തായാലും നീ ഇങ്ങോട്ട് നമുക്ക് ചുറ്റും അടിച്ചു പൊളിച്ചിട്ട് പോകുന്നു. എന്നാൽ സുമേഷേട്ടൻ കയറിക്കോ, നമുക്ക് അങ്ങനെ അടിച്ചു പൊളിക്കാമെന്നേ. ഞങ്ങൾ പോയാലോ? നമുക്ക് അങ്ങനെ പോകും. ഇവിടെ ഒന്നും യൂട്യൂബ് ചാനലല്ലോ, അതൊക്കെ അങ്ങനെ പോകണം. എല്ലാവരും അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യണ്ടെന്ന് യൂട്യൂബ് ചാനലുണ്ടെന്ന്. എന്താ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ. ചേട്ടൻ തന്നെ പറഞ്ഞു. എനിക്ക് പറഞ്ഞിട്ട് വായ അടിച്ചു ഗൈസ്.
എല്ലാവരും നമ്മൾ ഇവൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. നമ്മുടെ RIP ഗെയിമിങ്സ് എന്നാണ് ചാനലിൻ്റെ പേര്. അപ്പോൾ നിങ്ങൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഗൈസ് ഇവനുള്ള വീഡിയോസിന് എല്ലാത്തും നിങ്ങൾ ലൈക്ക് ഇടണം കേട്ടോ. ഇവൻ റോഡ് ടു 300K ആണ് കേട്ടോ ഗൈസ് ഇവൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്തായാലും ഗൈസ് നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇവൻ്റെ. അപ്പോൾ നിൻ്റെ വീഡിയോ കഴിയാറായോ? വീഡിയോ കഴിയാറായിട്ടുണ്ട് എന്തായാലും. ഞാൻ അറിഞ്ഞു വീഡിയോ. അപ്പോൾ നീ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. അത് വലിയൊരു കഥയാണ്, ഞാൻ പിന്നെ പറയാം. എന്തായാലും ഔട്ട്ഡോറും കൂടി ചേട്ടാൻ പറഞ്ഞു. ഓക്കെ, ഇപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും കണ്ടൻറ്റൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ ഇത് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ എത്ര ഉള്ളൂ, വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു തരുന്നു. പിന്നെ ഗൈസ് നമ്മുടെ ചാനൽ സബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഞാൻ അപ്പോൾ ബൈ ഗൈസ്.